മലപ്പുറത്ത് 14-കാരിയെ സുഹൃത്ത് കൊലപ്പെടുത്തിയത് പ്രണയബന്ധത്തിനിടയിലെ സംശയം മൂലമാണെന്ന് മലപ്പുറം SP വിശ്വനാഥൻ. കേസിൽ മറ്റാർക്കും പങ്കുള്ളതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് നിലവിൽ ഈ 16-കാരൻ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമാണ് യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നും അതിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു അഫയറിന്റെ കാര്യം എന്നൊക്കെ ഉള്ളതാണ് ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ നമ്മളോട് ഇപ്പോൾ പറയുന്നത്. പക്ഷെ അത് തീർച്ചയായിട്ടും ഇനി ടു കൊറോബറേറ്റ് അതിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വലിയ രീതിയിൽ തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട്. പറയുന്ന പോലീസിൽ ഒരു പരാതി വന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടുപേരും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടുകാർക്ക് അത് അറിയാമായിരുന്നു എന്നുള്ള ഇൻഫർമേഷനും അറിയുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ളൊരു മറ്റൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അന്നത്തെ പകല് അവർ യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 4 മണി 3 മണിയോടുകൂടി അവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പം നിലവിലുള്ള തെളിവുകൾ വെച്ചിട്ടല്ല, മൊഴികൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഇടയിൽ ഇവർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു തേർഡ് പേഴ്സൺ അതിൽ ഇല്ലാത്തത് കൊണ്ട് പ്രതി അല്ലെങ്കിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ പറയുന്നതേ നമുക്ക് പറയാനായിട്ട് കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി അത് കൊറോബറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് വീണ്ടും ഒന്ന് CDR വെച്ചിട്ട് നമ്മളത് പരിശോധിക്കാനായിട്ടാണ് ഇപ്പം ഇന്നലെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവരെ കണ്ടതായിട്ട് പറയുന്ന വ്യക്തികൾ ഉണ്ട്. പക്ഷെ മുന്നേ ഇത് ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കും. കുട്ടി യൂണിഫോമിലായിരുന്നില്ല പോയിരുന്നെന്നുള്ളതും പറയണം. അപ്പം CCTV വിഷ്വൽസ് കളക്ട് ചെയ്തതിന് ശേഷം മേ ബി വിൽ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എങ്ങനെയായിരുന്നു പോയിരുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതാണ്. അപ്പോൾ സ്ട്രാങ്കുലേഷൻ തന്നെയാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും.